ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് വന്നതാട്ടോ. റിക്കിയുടെ കുറച്ച് ഷോർട്സാണ് ആക്ച്വലി എൻ്റെ മൈൻഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ്റെ ഒരു മൂഡ് കൂടി നോക്കി കുറച്ച് ഞാൻ അവൻ്റെയും ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ എൻ്റെ ഒരു 1-2 റീഡിങ്ങിൻ്റെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് കുറച്ച് നേരത്തേക്ക് യൂട്യൂബിലൊന്ന് പ്രോസസ്സ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ടൈം അതായത് ഷോർട്സിന് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസത്തേക്ക് ലോങ് വീഡിയോ ചെയ്യാൻ പോവുക കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ച് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക കേട്ടോ. ഞാൻ നോർമലി അത് ചെയ്യാത്തത് എനിക്ക് എപ്പോഴും ഞാൻ വീഡിയോസിൽ പറയുന്ന പോലെ ടൈം ലിമിറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാട്ടോ. ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചെടി റെഡ് കളറിലുള്ള ഫ്ലവർ എങ്ങാനും ഓർമ്മയുണ്ട്. പണ്ടൊക്കെ ഞങ്ങളിതിനെ പ്രേതനകം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കാലത്തൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. ഞാൻ ബാംഗ്ലൂർ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് അവിടെ കുറച്ച് മലയാളി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പെട്ടെന്ന് എൻ്റെ സൈറ്റ് അങ്ങോട്ട് പോയി, കണ്ണ് അങ്ങോട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ബാക്ക് ക്യാമൊന്ന് ഓണാക്കിയിട്ട് കാണിച്ചു തന്നു. ഇവിടെ കുറച്ചുകൂടി ഷോർട്സ് ഇടണം എന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് അവനൊന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കണ്ടേ. അപ്പോൾ സുന്ദരനാക്കിയിട്ടുണ്ട്, കുളിപ്പിച്ച് നല്ല നീറ്റാക്കിയിട്ട് ഉണക്കാൻ ഇട്ടിരിക്കുക കേട്ടോ. അതൊക്കെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അമ്മ. അപ്പോൾ വണ്ടി വരുമ്പോൾ അവന് പേടി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അടുത്ത് പോയിട്ടൊക്കെ ഇരിക്കാം. നമുക്ക് അവൻ്റെ കൂടെ പോവാം കേട്ടോ. ആദ്യം കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ശരീരമൊക്കെ ഒന്ന് ഡ്രൈ ആവണ്ടേ, അതിനുവേണ്ടി ഫ്രണ്ടിലോട്ട് കെട്ടിയിട്ടിരിക്കുക തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ എന്തായാലും താഴെ പോയി നോക്കട്ടെ കേട്ടോ. കുളിപ്പിച്ചതിന് ശേഷം ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അടുത്ത് വന്നിരിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല പേടി മേടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ സൗണ്ട് ഭയങ്കര പേടി കൂടുതലാട്ടോ. അതുകൊണ്ട് അടുത്തോട്ട് വന്നിരിക്കുക കേട്ടോ അവൻ. പക്ഷേ കുറച്ച് ഡേഞ്ചറാണ്. ഇവൻ്റെ സ്വഭാവം എങ്ങാനും മാറി ഒറ്റ കപ്പങ്ങ് കപ്പിയാൽ നല്ലത് കിട്ടും. അത് കുളിപ്പിച്ച് ഉണക്കാനിട്ട് വെച്ചിരിക്കുക ഇവിടെ. ഇവിടെ ഫുൾ നല്ല നനവുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഈ ഒരു തണലും കുറച്ച് ഷീറ്റിന് കുറച്ച് ചൂടൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഫുള്ളൊന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം തണൽ ആ സൈഡിലോട്ട് വരും കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ടായിരിക്കും ഇവനെ കെട്ടിയിടുക. കുറച്ചൊന്ന് സമാധാനം കൊടുക്കാൻ പോവുകയാണ് ഞാൻ. നമ്മുടെ പൂക്കി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം പറഞ്ഞു. കുറച്ച് ഫ്ലവേഴ്സ്, വൈറ്റ് ഫ്ലവേഴ്സ്, ഇത് കൂടുതൽ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇലയൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ 2 മാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ ഇനിയിപ്പോൾ എന്തായാലും ഇവനെ കുറച്ച് നേരം ഇവിടെ തന്നെ കെട്ടിയിടും കേട്ടോ. പക്ഷെ വണ്ടികളൊക്കെ വന്നിട്ട് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ.
അലർച്ചയായിരിക്കും കേട്ടോ, അതുമാതിരി അലർച്ചയായിരിക്കും. ഈ സൗണ്ട്സൊക്കെ പോയി ഇവനൊരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്തായിരിക്കും കുറച്ച് തണലൊക്കെ കിട്ടി അവിടെ എത്തുമ്പോഴത്തോട്ടും അവിടെ കൊണ്ട് കെട്ടിയിടുക കേട്ടോ. സോ ഇനി കുറച്ച് അലർച്ചകളായിരിക്കും കേട്ടോ കേൾക്കുക. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ വീഡിയോസിലും കുറച്ച് റിക്കിയുടെ സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൈൻഡ്ലി ഇഗ്നോർ ദറ്റ് സൗണ്ട്സ്. പിന്നെ ഇത് ടു ഡു ലിസ്റ്റ് ഒന്ന് എനിക്ക് മാർക്ക് ചെയ്യേണ്ട ടൈമായിട്ടോ. സോ അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാനത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇത് ഞാനൊന്ന് ഒരിക്കൽ പ്രൊഡക്റ്റീവ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടും പിന്നെ 2 നോവൽസിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ് ടു ഡു ലിസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. സെക്കൻഡ് ടു ഡു അന്ന് ഇവിടെ വന്നിട്ട് ഒരു രണ്ടാമതൊരു ടു ഡു ലിസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. വേക്കപ്പ് ഏർലി ചെയ്തിട്ടുണ്ട്. എക്സസൈസ് ഞാൻ ഇവിടെ വന്നിട്ട് കട്ടാക്കിയതാണ് കേട്ടോ. കാരണം തൈറോയിഡ് എനിക്ക് 32 7 ആയിട്ട് എക്സസൈസ് കറക്റ്റ് ചെയ്തപ്പോൾ 32 7 ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബോഡിക്ക് എക്സസൈസ് കൊടുക്കുന്നില്ല എന്നല്ല, കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ സ്പെൻഡ് ടൈം വിത്ത് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റായി ചെയ്തു. വാട്ടറിങ് പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ വാട്ടറിങ് പ്ലാന്റ്സ് എങ്ങനെയാണെന്നറിയോ, ഇവിടെ നോർമലി ഒരു റൊട്ടീൻ പറയുന്നത് രാവിലെ ടാപ്പിൽ നിന്ന് വെള്ളം വരും, അതിങ്ങനെ ഓസ് കണക്ട് ചെയ്തിട്ട് ഓൾറെഡി എല്ലാവിടേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിന്നെ ചുറ്റും ഇങ്ങനെ മരങ്ങളാകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് എത്തും. അതുകൊണ്ട് ഒരുപാട് ദൂരം നടന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ വ്ളോഗിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, എഡിറ്റിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അറേഞ്ച് യുവർ മേക്കപ്പ് ബോക്സ് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ എനിക്കത് അങ്ങനെ അത്ര അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോഴായിരിക്കും മാക്സിമം മേക്കപ്പ് ബോക്സ് അറേഞ്ച് ചെയ്യേണ്ടി വരിക. കാരണം അതായത് കുട്ടികളൊക്കെ തട്ടി വലിച്ചിട്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ആക്കണം എന്നുണ്ട് അറേഞ്ച് ചെയ്യുക മേക്കപ്പ് ബോക്സിൽ. അപ്പോൾ ഇത് മാത്രമാണ് ഇത് കേട്ടോ. ഞാൻ ഇനി പുതിയ ടു ഡു ലിസ്റ്റിലേക്ക് ഞാൻ കാര്യങ്ങൾ എഴുതാനായിട്ട് പോവാം കേട്ടോ. അതായത് അപ്പം നമുക്ക് ടു ഡു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നാളത്തേക്കുള്ള സംഭവങ്ങളും ഇന്ന് ഈവനിങ് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് ഞാനൊന്ന് ബാക്ക് ക്യാം ഓൺ ആക്കട്ടെ. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് പോവാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, കുറേ നോയ്സ് ഡിസ്റ്റർബൻസസ് വരും കേട്ടോ. ഒന്ന് ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ പക്ഷികളുടെ സൗണ്ട് വരും, വണ്ടികളുടെ സൗണ്ട് വരും. ഹസ്ബൻഡിൻ്റെ വീട് പോലെയല്ല കേട്ടോ, ഇവിടെ കുറേ അടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് പല പല സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. കുട്ടികളുടെ സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുകയെ. പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ടി വിയുടെ സൗണ്ട് ഭയങ്കര അലർജി ആട്ടോ. എനിക്ക് ഫോണിലേക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ട്. എഡിറ്റിംഗ് ടൈമിലൊക്കെ പല പാട്ടുകൾ കയറിക്കഴിഞ്ഞാൽ വല്ല കോപ്പി റൈറ്റ് അടിക്കുമെന്ന് കണ്ട് പേടിച്ചിട്ടൊക്കെ ഞാൻ കുറച്ച് സ്പേസ് മാറി ഇരിക്കുന്നത് കേട്ടോ. അത് ടു ഡു ലിസ്റ്റ് എന്തായാലും എഴുതാനായിട്ട് പോവുകയാണ്. നമ്മൾ ചെറുതായിട്ടൊരു നോട്ട്ബുക്കൊക്കെ വെച്ചാൽ മതി. ഇതിൻ്റെ പ്ലാനറൊക്കെ കിട്ടും കേട്ടോ. വേണമെന്നുള്ളവർ മേടിച്ചോട്ടോ. ഒക്കെ നല്ല നല്ല അഫോർഡബിൾ റേറ്റിനൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കുറച്ച് പ്ലാൻസ് ഉണ്ട്. വേക്കപ്പ് ഏർലി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്. എക്സസൈസ് ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ റിഡ്യൂസ് ചെയ്യണം. അതായത് ഹൈഡ്രേഷൻ റിഡ്യൂസ് ചെയ്തിട്ട് എന്താണ് ഹൈഡ്രേഷൻ കൊണ്ടുവരിക. ഇതൊന്നാക്കാം. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എഴുതാം കേട്ടോ. വാച്ച് എ ഹിന്ദി മൂവി നോക്കാം കേട്ടോ നമുക്ക്. ഞാൻ ഇന്നലെ ഒരു മൂവി പകുതി കണ്ട് നിർത്തിയതായിരുന്നു. പക്ഷെ എനിക്ക് ബോറടിച്ചപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. ഞാനില്ല എപ്പോഴും മൂവീസൊക്കെ കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് കാണില്ല. കാരണം അത് എൻ്റെ കണ്ണിലേക്ക് ക്യാച്ച് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഞാനത് കാണുള്ളൂ. ബോറടിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണില്ല. അതുപോലെ തന്നെ ഞാൻ സീരീസ് കാണുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കൊരു എപ്പിസോഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ ഒന്നിൻ്റെയും കാണില്ല. കാരണം അതെന്നെ അത്രയും പിടിച്ചിരുത്തുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ കാണുള്ളൂ കേട്ടോ. സീരീസിനോടൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. മൂവീസ് ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. കാരണം നമുക്കത് എപ്പോഴെന്ന് വെച്ചാൽ
ഒരു 1 hour 2 hour 3 hourൻ്റെ ഉള്ളിൽ തീരും. പക്ഷെ സീരീസ് അങ്ങനെയല്ലല്ലോ, ജസ്റ്റ് അത് എപ്പിസോഡ്സ് പോലെയാണ്. അതെങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കണം, അതിനോടൊരു അഡിക്ഷൻ വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് കുക്കിംഗ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് റെസിപ്പീസൊക്കെ പുതിയ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് മേക്ക് എ ടീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വന്നിട്ട് മേക്ക് എ ടീ ആണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ഇതാ മെഡിറ്റേഷൻ. അപ്പോൾ ടോട്ടൽ ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് കറക്റ്റ് ടിക്ക് ചെയ്യാവേ.